എല്ലാവർക്കും ക്രേസി ഹാക്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. മുട്ട പൊള്ളിച്ചത്. സൂപ്പർ ടേസ്റ്റുള്ള അമ്മയുടെ ഈ മുട്ടക്കറി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് അതിന് കൂടുതൽ നല്ലത്. ഇപ്പോൾ തവ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരല്പം ഉപ്പ്, ഒരു നുള്ളുപ്പ്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആ ഉപ്പും മുളകൊക്കെ എല്ലാവരും കൂടി ഒന്ന് ലെവലായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നും നമ്മൾ 2 പീസാക്കിയിട്ടുണ്ട്. അതൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കുക. അതിനകത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ആ ഉപ്പും മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എഗ്ഗിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ മുട്ട ചെറുതായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി എടുത്ത് വയ്ക്കാം. മൺചട്ടിയിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നന്നായി വാഷ് ചെയ്ത് വെച്ച ഒരു കറുവപ്പട്ട, പിന്നെ 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. നേരിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റിക്കളയാൻ വേണം. ഇനി അതിലേക്ക് ഒരു 10ഓളം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ആയാലും മതി. പിന്നെ നമുക്കതിനകത്ത് 2 വെളുത്തുള്ളി ചതച്ചെടുത്തത്, അല്പം ഇഞ്ചി, ഇത് നന്നായി അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ആ ചെറിയ ഉള്ളി ഇട്ട് കറി വെച്ചാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഇടാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 7-8 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആ വേപ്പില കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ പച്ചമുളകിൻ്റെ എരിവിലാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരുന്ന ഒരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണമാണ്, അത് നമുക്ക് പിന്നീട് അതെടുത്ത് മാറ്റുകയും വേണം. അധികം പുളി നമുക്ക് ഈ കറിക്ക് വേണ്ട. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഉപ്പ് ആദ്യം മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോഴൊരല്പം ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഓർത്തിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഈ കറി നാളികേരപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു നാളികേരത്തിൻ്റെ ഒരു 2 കൈപ്പിടിയോളം നാളികേരം, അതായത് ഒരു 1/4 ഭാഗത്തോളം, അതിൻ്റെ 2ആം പാലും 1ആം പാലും വേർതിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത് പിഴിഞ്ഞെടുത്ത പാല് നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളൊരു കറുവപ്പട്ടയും 4 ഗ്രാമ്പു ഇട്ടിരുന്നില്ല, അതൊന്ന് നമുക്ക് എടുത്ത് മാറ്റണം. നമുക്കതിൻ്റെ നേരിയൊരു ഫ്ലേവർ മാത്രം മതി. നമ്മളതെടുത്ത് മാറ്റാൻ മറക്കരുത്. കറുവപ്പട്ട നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ മേലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അത് നമുക്ക് 4 എണ്ണം എടുത്ത് മാറ്റാം. 4 നമുക്കിപ്പോൾ ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. അത് നമുക്കെടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അത് ഒരു തരിതരിപ്പുള്ള മല്ലിപ്പൊടി ആയിരുന്നു, അതുകൊണ്ട് അതൊരു അല്പം വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പച്ചമല്ലി അത് നമുക്ക് എണ്ണയിൽ മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്കിതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗറിൻ്റെ അളവ് കൂടാൻ പാടില്ല. നമുക്ക് ഈ കറിക്ക് നേരിയൊരു പുളി മാത്രം മതി.
ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് ഒരല്പം കുറവുണ്ട്, നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്താണ്? നാളികേരത്തിൻ്റെ 1/4 പാൽ ഒഴിച്ചിട്ടില്ല, അതൊരു 3/4 ഗ്ലാസ്സോളം ഉണ്ട്. അത് നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. കറിയിൽ 1/4 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലെയിം ഒന്ന് ലോ ആക്കണം. പിന്നെ ഇതിനകത്ത് ഇട്ടിരുന്നാൽ നമുക്ക് ആ കുടംപുളി എടുത്ത് മാറ്റണം. ഇപ്പം നമ്മുടെ ഈ ഗ്രേവിയുടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനി കറി അധികം നേരം ഇങ്ങനെ കിടന്ന് തിളക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മൺചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ മുട്ടയിൽ നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറി നമുക്ക് കിട്ടും. ഇനി നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് മറ്റേ സ്റ്റവിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, അതിൽ ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉലുവ പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് നന്നായിട്ട് ഇപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ആ ചെറുള്ളിയുടെ ആ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ആ വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ ചെറുള്ളിയും വേപ്പിലയും മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ നമ്മളിട്ട മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ താളിച്ചത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിട്ടിരിക്കുന്ന പച്ചമുളകിന് വരെയും അപാര ടേസ്റ്റാണ്. ഒരു തുള്ളി ചാറ് പോലും വേസ്റ്റ് ആവില്ല. ഇനി നമുക്കത് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഈ കറിയിൽ അധികം പുളി പാടില്ല. പുളി ഒഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ കറി നോക്കി എന്തൊരു അടിപ്പനായിട്ടിരിക്കണം നോക്കിയേ. ഈ കറി കാണാൻ പോലെ തന്നെ കഴിക്കാനും ഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ കറിയായ ഈ മുട്ട പൊള്ളിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ടാറ്റാ.